നമസ്കാരം. കോട്ടയം ലുലു മാളിലെ ഈസ്റ്റർ ഓഫറൊക്കെ നടക്കുകയല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഗ്രോസറി സ്റ്റോറിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ് ടു 50% ഓഫർ പ്രൊഡക്ട്സിനൊക്കെ ഉള്ളത് മുകളിൽ എൻ്റെ ആഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ വല സൈഡിലായിട്ട് പ്ലാൻ ചെയ്യുന്നവരൊക്കെ വിശ്രമിക്കുന്ന കാണാം. ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് തിരക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ ലുലു കണക്റ്റിൻ്റെ ഭാഗത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഗ്രോസറി സ്റ്റോറിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ലുലു കണക്റ്റിൻ്റെ ഭാഗത്തു നിന്ന് മേടിച്ച ഐറ്റംസൊക്കെ ഇവിടെ ഏൽപ്പിച്ച് ടാഗ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോറിനകത്തേക്ക് കയറിയേക്കാം. ഇവിടെ ഏറ്റവും ഫ്രഷ് മീറ്റൊക്കെ ഓഫറിലുണ്ടെന്ന് ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണ്ടെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അതുപോലെയാണ് ഐറ്റംസ് എല്ലാം ഓരോ ഡ്രോയിലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം സോപ്പ്, ടൂത്ത് പേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. ഡെയിലി യൂസുള്ള ഐറ്റംസ് അതൊക്കെയാണ്. ഇനി ഇതൊക്കെ ബോഡി സ്പ്രേ ആണ് കണ്ടത്. ചായപ്പൊടിയും കാപ്പൊടിയൊക്കെയാണ് ഈ സൈഡിലായിട്ട് ഇട സൈഡിലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിലൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് കാഷ്യൂനട്ട് വൈറ്റൊക്കെ 600 രൂപയുള്ള 437 രൂപയാണ് കേട്ടോ. ആൽമണ്ട് കാലിഫോർണിയ നമുക്ക് 550 രൂപ 499 രൂപയാണ്. ബ്ലാക്ക് റൈസൻ സീഡിന് 262 രൂപയുള്ളൂ. അതിന് ഓഫറൊന്നുമില്ല. പിന്നെ മസാലയുടെ വിലയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിർവറ, ബ്രാഹ്മിൻസ് അതിനൊക്കെ ഓഫറുണ്ട് കേട്ടോ. പിന്നെ പാരച്ചൂട്ട് ഓയിൽ 500 ml 249 രൂപയുള്ളൂ. പിന്നെ ലുലുവിൻ്റെ തന്നെ കോക്കനട്ട് ഓയിലുണ്ട് കേട്ടോ, 329 രൂപ 1 ലിറ്റർ. ഇവിടെ ഇട സൈഡിലിരിക്കുന്ന സൺപ്യൂർ എന്ന് പറഞ്ഞ ബ്രാൻഡും സംതൃപ്തി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയൊക്കെ വെളിച്ചെണ്ണയൊക്കെയാണ്. ഈ ഭാഗത്തൊക്കെ സോപ്പുകളുടെ സെക്ഷനാണ്. വിവലിനൊക്കെ ഓഫറുണ്ട്. 150 ഗ്രാമിനൊക്കെ 140 രൂപയുള്ളൂ. 200 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. 50% ഓഫറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ കാണാത്ത ടൈപ്പ് കുറേ സോപ്പുകളുടെ ബ്രാൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം ഓഫറുണ്ട്. ആ കാണുന്ന ബൂസ്റ്റിൻ്റെയൊക്കെ പാക്കാണ്. 750 ഗ്രാം 359 രൂപ ആണ് എഴുതിയിരിക്കുന്നത്. അത് ശരിക്കും 420 രൂപ 450 രൂപ വിലയുള്ളതാണ് വെളിയിൽ. വോൾ വീറ്റ് ആട്ടയ്ക്കൊക്കെ 375 രൂപയുള്ളത് 249 രൂപയാണ് 5 കിലോയ്ക്ക്. ഈ ഇട സൈഡിലായിട്ട് ഗരം മസാലയുടെ പൗഡറും ഗോൾഡ് വിന്നറിൻ്റെ വലിയ ക്യാനൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പാരീസ് ഷുഗർ വൈറ്റ് ലെവൽ 5 കിലോയുടെ പാക്കറ്റാണ്. വിലക്കുറവുണ്ട്. സഫോള ഓട്സിനൊക്കെ 400 രൂപയുള്ളൂ 245 രൂപയുള്ളൂ 1.5 കിലോയ്ക്ക്. ഈ കാണുന്നൊരു ഭാഗം മുഴുവൻ വേമ്പൊടിയൊക്കെയാണ് ഫുള്ള് വെച്ചിരിക്കുന്നത്. ഇട സൈഡിൽ റോ ഫുള്ളായിട്ട് ഹാൻഡ് വാഷിൻ്റെ മാത്രമാണ്. പിയേഴ്സിൻ്റെയും ഫിയാമയുടെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട്. 319 രൂപയുള്ളൂ പിയേഴ്സിനൊക്കെ. 4 എണ്ണത്തിൻ്റെ വില കേട്ടോ. 125 ഗ്രാമുള്ള 4 പിയേഴ്സിൻ്റെ വില എഴുതി വെച്ചിരിക്കുന്നത് 319 രൂപയാണ്. അതുപോലെ പിറ എന്ന് പറഞ്ഞ റൈസ് പൗഡറുണ്ട് 5 കിലോ 410 രൂപയുള്ളൂ 249 രൂപയാണ്. പുട്ട് പൗഡറുണ്ട് സ്റ്റീംഡ്, അത് 249 രൂപയാണ്. നിർമ്മൽ മട്ടാവാടി റൈസ് ഉണ്ട് ലോങ് ഗ്രീൻ 5 കിലോയ്ക്ക് 349 രൂപയാണ്. നിർമ്മൽ 10 കിലോയ്ക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 50%. അത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും തീർന്നു പോയി. ആ കാണാൻ സെക്ഷൻ മുഴുവൻ ടൂത്ത് പേസ്റ്റിൻ്റെയാണ്. ജയ റൈസൊക്കെ 667 10 കിലോയുടെ വില കേട്ടോ. സൂര്യക റൈസ് 5 കിലോ 359 രൂപയാണ്.
ഇവിടെ വലിയ ക്വാണ്ടിറ്റി ഉണ്ട്, ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്. വലിയ ക്വാണ്ടിറ്റി മേടിക്കുന്നതും പ്രൈസ് അതുപോലെ നമുക്ക് കുറച്ച് കിട്ടും. ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ പരിപ്പ്, പയർ തുടങ്ങിയൊക്കെ വിൽക്കുന്ന സെക്ഷനാണ്. ഇവിടെ ഇവർ തന്നെയാണ് നമുക്ക് എടുത്തു തരുന്നത്. വെളിയിൽ നിന്നും ആരെയും കൊണ്ട് ടച്ച് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വെറൈസിലൊക്കെ കായം, മസാലപ്പൊടികൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. ഈ കാണുന്ന 2 റോയിലും ചെറിയ ക്വാണ്ടിറ്റി എന്നുവെച്ചാൽ അളവ് ചെറിയ അളവിലുള്ള ഐറ്റംസാണ്. ഈ 100 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം, 1 കിലോ അങ്ങനെയുള്ള പാക്കറ്റ്സാണ് ഈ സൈഡ് മുഴുവൻ വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് നമ്മൾ കണ്ട വലിയ പാക്കറ്റ്സ് അല്ലേ, 5 കിലോ, 10 കിലോ. ഇവിടെ ഇരിക്കുന്നതെല്ലാം പവിഴത്തിൻ്റെ അരി, നിറവറയുടെ അരി എല്ലാം 5 കിലോ ആണ്. ഈ സൈഡ് മുഴുവൻ മല്ലിപ്പൊടി, മുളക് പൊടി, മട്ടനൊക്കെ ഉള്ള പൗഡറുകളാണ് ഫുള്ള് പാക്കറ്റിൽ വെച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ലുലു കണത്തിൽ കണ്ട പോലത്തെ മസ്കോട്ടിനെ കാണാൻ സാധിക്കും, ടെഡി ബിയറിൻ്റെ രൂപത്തിൽ. ഇത് കാണുന്ന എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും തിരക്കിനിടയിലും ക്ലീനിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വെജിറ്റബിളിൻ്റെ സെക്ഷനിൽ വന്നിരിക്കും കേട്ടോ. ആപ്പിൾ റെഡ് 300 രൂപയുള്ള 269 രൂപയുള്ളൂ. ആപ്പിൾ റെഡ് ടർക്കിയാണ് കിടക്കുന്നത്. ഈ വെജിറ്റബിളിൻ്റെ സെക്ഷനിലൊക്കെ നല്ല ഓഫറുണ്ട്, നല്ല വിലക്കുറവാണ്. പല രാജ്യത്തിനുള്ള ആപ്പിളുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിൾ കോസ്മിക് USA എന്നുള്ള ആപ്പിളുകളൊക്കെ കാണാം. 299 രൂപയുള്ളൂ. അത് ശരിക്കുള്ള വില 400 രൂപയാണ്. എല്ലാ വെജിറ്റബിൾസിൻ്റെയും വിലയൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ സൈഡ് മുഴുവൻ മാങ്ങയുടെ സെക്ഷനാണ്, നിറച്ച് മാംഗോസാണ്. 94 രൂപയാണ് ഈ സൈഡിൽ കാണുന്ന മാംഗോയുടെ വില. UAE എന്നുള്ള ഈന്തപ്പഴമൊക്കെ പല ഡ്രോയറിലാക്കി വെച്ചിരിക്കുന്നതാണ്. രാത്രി ഇപ്പം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. തിരക്കിനൊന്നും യാതൊരു കുറവില്ല കേട്ടോ. തിരക്ക് കൂടി വരുന്നുള്ള സംശയമുണ്ട്. ആപ്പിൾ റോയൽ കാലയൊക്കെ 359 ഉള്ളൂ, 249 രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. ന്യൂസിലാൻഡിൽ നിന്നുള്ള ആപ്പിൾ റോയൽ കാല എല്ലാം നല്ല ഫ്രഷ് ആപ്പിളാണ് കേട്ടോ. ഇവരെല്ലാം തിരഞ്ഞെടുത്ത് മോശമുള്ളതൊക്കെ മാറ്റിയിട്ട് നല്ലത് നോക്കിയിട്ട് മാത്രമാണ് വിൽക്കുന്നത്. ഈ ഒരു റോയിൽ മുഴുവൻ മസാലകളാണ് കേട്ടോ. ചിക്കൻ മസാല, ഇറച്ചി മസാല എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രഷ് മീറ്റിൻ്റെയൊക്കെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഫ്രഷ് ചിക്കന് 350 രൂപയാണ് വോൾ ലെഗിന്. ചിക്കൻ 65-ന് 279 രൂപയുള്ളൂ. 320 ആണ് സാധാരണ വില. ചിക്കൻ ഗാർലിക് കബാബിന് 390 രൂപയുള്ളൂ. 495 സാധാരണയുള്ള വില കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ മട്ടൺ ബിരിയാണി കട്ടുണ്ട് 799 രൂപയാണ്. ഹലാൽ മീറ്റും ലഭിക്കും. ഈ ഒരു സെക്ഷനിലോട്ട് അടുക്കാൻ പറ്റുന്നില്ല, ആൾ ഇടിച്ച് നിൽക്കുക. ചിക്കൻ തിക്സ് 1 കിലോ 320 രൂപയാണ്. തൊട്ടടുത്ത് കാണുന്ന ബീഫിൻ്റെയൊക്കെ സെക്ഷനാണ്. ബീഫ് ടിക്ക 420 രൂപയാണ്. ഫ്രഷ് ടർക്കി 560 രൂപയാണ് കിലോയ്ക്ക്. അതിനൊന്നും വലിയ കുറവില്ല, സാധാരണ 450 രൂപയാണ് അതിൻ്റെ വില. ഈ കാണുന്നത് ചിക്കൻ്റെ സെക്ഷനാണ്. ഫ്രഷ് ഡക്കുണ്ട് 450 രൂപയാണ് കിലോയ്ക്ക്. ഈ കാണുന്നത് ചിക്കൻ നെക്ക് കേട്ടോ, 125 ആണ് കിലോയ്ക്ക്. അത് കാണുന്ന ബീഫ് കോഫ്തയാണ്, 180 ആണ്. ഈ ഇടത് സൈഡിൽ ഫുള്ളായിട്ട് പല സൈസിലുള്ള കട്ടിംഗ് ബോർഡും തവിയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കട്ടിംഗ് ബോർഡിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ.
ഈ ഫിഷിൻ്റെ സെക്ഷനിലും മീറ്റിൻ്റെ സെക്ഷനിലൊക്കെ നല്ല ഇടിയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫിഷൊക്കെ വയ്ക്കുന്ന സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അയലയ്ക്ക് 300 രൂപ കേട്ടോ ഇന്നത്തെ പ്രൈസ്. മത്തിയൊക്കെ 120 രൂപയാണ് കിലോയ്ക്ക്. ചെമ്മീന് 440 രൂപ. ഈ കിടക്കുന്ന മുള്ളൻ ഫിഷാണ് 200 രൂപയാണ് കേട്ടോ. കൊഴുവ 340, കിളിമീൻ 300 രൂപ. പിന്നെ വിളയൊക്കെ കിടപ്പുണ്ട്, അതിന് 400 രൂപയാണ്. ശീലാവ് 499 രൂപയാണ്. പേൾ സ്പോട്ട് 799 രൂപയാണ്. എംബ്രർ എന്ന് പറഞ്ഞ മീനുണ്ട് 549 രൂപയാണ്. ജഷ് ഫിഷ് ഫോളുണ്ട് 550 രൂപയാണ്. അതൊക്കെ എന്ത് മീനാണ്, അതിൻ്റെ മലയാളം എന്താ അറിയില്ല. ഇവിടെ നമ്മൾ മീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ തൂക്കി നമുക്ക് കാണാവുന്ന രീതിയിൽ നല്ലപോലെ തൂക്കി വേണമെങ്കിൽ നമുക്ക് മുറിച്ച് കട്ട് ചെയ്തൊക്കെ തരും. അപ്പോൾ ഞാൻ കുറച്ച് കിളിമീനൊക്കെ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൈഡിലായിട്ടൊരു ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ഈ അലങ്കാര മത്സ്യങ്ങളില്ലേ, അതുപോലത്തെ മത്സ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിളിമീൻ 1 കിലോ മേടിച്ചിരിക്കുകയാണ്. 165 ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് മത്തിയും കൂടി മേടിച്ചേക്കാൻ തീരുമാനിച്ചു. വലിയ മോശമില്ലാത്ത രീതിയിലുള്ള മത്തിയാണ് കിടക്കുന്നത്. ഈ ഇവിടുന്ന് മേടിക്കുന്ന മീൻ്റെയും ഇറച്ചിയുടെയൊക്കെ ബില്ലിംഗ് എല്ലാം ഫ്രണ്ടിൽ തന്നെയാണ്. കാളാഞ്ചിയൊക്കെ കമ്പനി പായ്ക്കുണ്ട്, അതിനൊക്കെ വില നല്ല കൂടുതലാണ്. എല്ലാം നല്ല വൃത്തിക്ക് പാക്ക് ചെയ്താണ് തരുന്നത്. അങ്ങനെ ഞങ്ങൾ മീറ്റൊക്കെ വയ്ക്കുന്ന ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ആട്ടിറച്ചിയാണ്. ആടിൻ്റെ എല്ലാ പാർട്സും ഇവിടെ സെക്ഷൻ തിരിച്ച് വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പീസാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു അതിന് കാലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഒരു ഫുൾ
ലെഗ് മേടിക്കും. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഫുൾ ലെഗാണ് മേടിച്ചത്. ഏതാണ്ട് 500 രൂപയുള്ളൂ. അത് തൂക്കത്തിനനുസരിച്ച് കേട്ടോ, നമുക്ക് ഫുൾ ലെഗ് കിട്ടും. ഇപ്പോൾ നമ്മൾ വേറെ കടകളിലൊക്കെ പോയി മേടിച്ച് കഴിഞ്ഞാലും അത്ര ഒരു ലെഗായിട്ട് നമുക്ക് കിട്ടത്തില്ല, കുറേ ലെഗ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഫുൾ ലെഗ് തന്നെ മേടിക്കാൻ പറ്റും. അതായാലും ഞാൻ നോക്കിയിട്ട് ലാഭമായിട്ട് എനിക്ക് തോന്നി. അളവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കറക്റ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കറക്റ്റായിട്ട് മുറിച്ച് തൂക്കി പാക്ക് ചെയ്ത് തരും. ഇനി കുറച്ച് പച്ചക്കറിയും കൂടി മേടിച്ചേക്കാം. ചെറിയ ഉള്ളിക്കൊക്കെ 64 രൂപയുള്ളൂ കിലോയ്ക്ക്. വെളുത്തുള്ളി 179 സവാളയ്ക്ക് 24 രൂപ ഉപയോഗിച്ചുള്ളൂ. സാധാരണ വില 36 രൂപയാണ്. പിന്നെ ഗാർലിക്കൊക്കെ 179 രൂപയാണ് പെർ കിലോ. കഴിച്ചൊക്കെ കിലോ 69 രൂപയാണ്. ഇവിടുന്ന് മേടിച്ച് എന്നാ ഗുണമെന്ന് വെച്ചില്ലേ, അങ്ങനെ വേസ്റ്റായി പോകത്തില്ല, മോശം സാധനങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ കിട്ടും. ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റൊക്കെ എടുത്ത് പാക്ക് ചെയ്യാനും ചെറിയ ക്യൂ ഒക്കെ ഉണ്ട്. എനിക്ക് നിറച്ച് നല്ല ആളാണ് ഈ ഒരു സെക്ഷനിൽ, പച്ചക്കറിയുടെ സെക്ഷനിൽ നിറച്ച ആളാണ്. ഈ ഒരു കോട്ടയം ലുലു മാൾ വെച്ചിരിക്കുന്ന ഒരു കോട്ടയം ടൗണിൽ നിന്ന് 2-3 കിലോമീറ്റർ മാറിയിട്ടാണേലും തിരക്കിന് കുറവൊന്നുമില്ല. കോളിഫ്ലവറൊക്കെ കിടക്കുന്ന കാണാം. ഇവിടെ നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങും അതുപോലെ മത്തങ്ങയൊക്കെ ചെറിയ പീസാക്കി പ്ലാസ്റ്റിക്കിനകത്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പപ്പായയ്ക്ക് 59 രൂപയാണ് കിലോയ്ക്ക്. തണ്ണിമത്തനൊക്കെ 29 രൂപയാണ്. ഈ ഒരു സെക്ഷൻ മുഴുവൻ സ്ക്വാഷ്, ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഫുള്ള്. അതുപോലെ ഉപ്പേരി, മിക്സ്ചർ എല്ലാം കാണാം. എല്ലാത്തിനും നല്ല വില കുറവ് കേട്ടോ. എല്ലാം കിലോ കണക്കിനാണ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എത്ര ഗ്രാം എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരുവേ. വില എഴുതിയിരിക്കുന്നത് കിലോ കണക്കിനാണ്. ബാക്കിലായിട്ട് 4 ഇഞ്ച് ചോക്ലേറ്റൊക്കെ ഉണ്ട്. നമ്മൾ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ അടിച്ചുകൊണ്ട് വരത്തില്ലേ, ആ ടൈപ്പ് ചോക്ലേറ്റ്സാണ് ബാഗിലേക്ക് ഇരിക്കുന്നത് മുഴുവൻ. നല്ല വിലയുണ്ട് കേട്ടോ. അതിനൊക്കെ ഞാനിവിടെ നോക്കിയിട്ട് 449 രൂപ, 949 രൂപ അങ്ങനെ കാണാം. അതിൻ്റെ എങ്ങനെയാണ്, കിലോയാണോ അതോ എണ്ണത്തിനാണോ എന്ന് അറിയത്തില്ല. ഈ എടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കാഷ്യൂ നട്ട്സാണ്. ഇത് മുമ്പ് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഒരു നഷ്ടവുമില്ല, ഒരെണ്ണം പോലും അതിനകത്ത് കേട്ടുള്ളതില്ല. നല്ല ഫിനിഷുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം. ഇതൊക്കെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് കേട്ടോ. ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂട്ടെല്ല ടർക്കിഷ്. പ്രീമിയം കാഷ്യൂസൊക്കെയാണ് താഴെ വെച്ചിരിക്കുന്നത്.
ഈ ഒരു സൈഡ് മുഴുവൻ അലുവയുടെയൊക്കെ സെക്ഷനാണ് കേട്ടോ. സ്വീറ്റ്സ് ആണ് കംപ്ലീറ്റ്. പിന്നെ ജിലേബിയുടെ മാത്രം ഒരു സെക്ഷനുണ്ട്. ഇവിടെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കി തരുന്നതാണ്. 75 രൂപയാണ് 250 ഗ്രാമിന്. കാലിക്കറ്റ് ഗ്രീൻ ചില്ലി ഹലുവയാണ് താഴെ കാണുന്ന ഗ്രീൻ കളറിലുള്ളത്. 43 രൂപയാണ് 250 ഗ്രാമിന്. ഇങ്ങനെ മിക്സ്ഡ് ഫ്രൂട്ട് ബ്ലാക്ക് ഹൽവയുണ്ട്, 55 രൂപയാണ്. ഈ കാണുന്ന പിസയുടെ ഒരു സെക്ഷനാണ് കേട്ടോ. അവിടെ പിസ മാത്രമേ ചെയ്തുള്ളൂ. പല ടൈപ്പിലുള്ള പിസകൾ നമ്മൾ പറയുന്നതനുസരിച്ച് അവരപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ആ ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്നുണ്ടല്ലേ. ചിക്കൻ്റെ പല വിഭവങ്ങളും നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ സാധിക്കും. എല്ലാം കുറഞ്ഞ വിലയാണ് കേട്ടോ. എല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് 250 രൂപയ്ക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കോംബോ കിട്ടും. 4 പീസ് 4 പീസ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയാണ് ഈ ഒരു കോംബോയിലുള്ളത്. 250 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ മലബാർ സ്പൈസി 334 രൂപയാണ്. എനിക്ക് കുറച്ച് കുറവുണ്ട്. എല്ലാം ഗ്രിൽഡ് ചിക്കൻ്റെ വിഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഏകദേശം 334 രൂപ ആ ഒരു റേഞ്ചാണ്. അതെല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്കിവിടെ കിട്ടും. താഴെ ഇരിക്കുന്നുണ്ടല്ലോ, അതാണ് ഗ്രിൽഡ് ചിക്കൻ. ഫുൾ ചിക്കനാണ് കിട്ടുന്നത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പതുക്കെ മാളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്.
ഇപ്പോൾ ഞാനും തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പം ഈ ഒരു മാളിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറിലാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ബാക്കിയുള്ള സ്ഥലമെല്ലാം ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്, കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു 5 നിലയോളം ചുറ്റിയാണ് കാറ് മുകളിൽ കൊണ്ടുപോയിട്ട്. ഇനി മുകളിൽ പോയി കാറൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോകുന്ന വഴി ഈ മാളിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ കൂടി കാണിക്കാം. ഇപ്പോൾ കുറേ കാറുകളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, എന്നിട്ടും കാറുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുകളിൽ നിന്ന് ഡ്രൈവ് ചെയ്തായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റി ശരിക്കും മടുത്തു പോയി. ഇത്ര മുകളിലൊക്കെ വളഞ്ഞ് ചുറ്റി ഈ പാർക്കിംഗ് സ്പേസിനകത്ത് ഡ്രൈവ് ചെയ്ത് മുകളിൽ പോകുന്ന നല്ലൊരു പണിയാണ്. എൻ്റെ ഇടയ്ക്കെല്ലാം ബമ്പറുകളൊക്കെ ഉണ്ട്, അതെല്ലാം സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ ലുലു മാളിലെ നൈറ്റിലുള്ള വ്യൂ, ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ലുലു മാൾ രാത്രി 2 മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ, ഓപ്പണായിട്ട് കിടക്കും. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ എല്ലാം നിൽക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് പോയേക്കാണ്. സമയം രാത്രി ഇത്ര ആയിട്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.